ടോപ്പ് സിംഗറിന്റെ പ്രേക്ഷകർ എല്ലാവരും നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസിന്റെ ഒരാളുടെ പാട്ട് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ? നമുക്ക് നമ്മുടെ ഇജോ കുട്ടനെ തന്നെ വിളിക്കാം. വെൽക്കം ഇവാൻ കുട്ടൻ ഓൺ സ്റ്റേജ്. വള മീനോട്ടി ചേച്ചിക്ക്. എന്തിന്? ഇത് എവിടുന്ന കുഞ്ഞിന്? ഇതൊരു ദിവസം ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോ ഒരു പാമ്പ് വന്നിട്ട് ഞാൻ കേക്കണം. എന്റെ അബദ്ധത്തിൽ ഞാൻ ചോദിച്ചു. പാമ്പ് വന്നിട്ട് വളവളപ്പം വന്നു. അവന് അതിൽ 25 വള നിലത്തുണ്ടായിരുന്നു. അതിൽ നിന്ന് നിലത്ത് വീണതാ. അപ്പൊ ഞാൻ എടുത്തതാ. ഇത് പാമ്പിന്റെ കയ്യിന്നോ? പാമ്പ് വള വളർത്തുന്ന അത് കിടന്ന് പൊളഞ്ഞപ്പോ വളയെല്ലാം താഴെ പോയി. കുഞ്ഞു അതെല്ലാം നുള്ളിപ്പെറുക്കി എടുത്തോണ്ട് വന്നു. എന്നിട്ട് പാമ്പിനെ എന്ത് ചെയ്തു? കറി വെച്ചോ? കൊന്നോ? അല്ല, എന്റെ അപ്പായി കൊന്നു. അപ്പായി കൊന്നു കുഴിച്ചിട്ട്. അപ്പൊ എങ്ങനെയാ ഞങ്ങള് മറ്റേ ഫോറസ്റ്റിന്റെ ആൾക്കാരെ? മീനോട്ട് ഈ കാര്യം മനസ്സിലായോ? ഇല്ല. ഈ പാമ്പിന്റെ ഇങ്ങനെ വളയൂരെന്ന് പറയും. അതിന്റെ പുറത്തുള്ള തോല് ശരീരത്തിലെ അവ ഊരി കളഞ്ഞിട്ട് പിന്നെ അത് എവിടെങ്കിലും പൊത്തിപ്പോയി ഇരിക്കുമ്പോഴത്തേക്ക് അതിന് പുതുതായിട്ട് വരും. അതിന്റെ പടം പൊളിക്കാനോ? പാമ്പ് പടം എടുക്കുമെന്ന് പറയും. പാമ്പ പടം എടുത്ത അതാ ഇത്. ശരി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അത് പൊട്ടും. മക്കളെ ചൊറി വരും കേട്ടോ. ചൊറി വരിഞ്ഞ് പൊട്ടും. ഞാൻ വിശ്വസിക്കാം. അനുഭവിക്കുമ്പോ അനുഭവമാണല്ലോ ഗുരു. അതൊരു നടി ആയതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യത്തെ പ്രൊഡ്യൂസറാ പാമ്പ് പടം എടുത്ത്. മക്കളൊരു കുഴപ്പം ചെയ്തോ? എന്ത്? ആ ലക്ഷ്യക്കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിലിട്ടോ? എന്നെ അല്ല, അവളുടെ അച്ഛൻ എന്നെ എടുത്ത് വെള്ളത്തിലിട്ടു. എന്നാ ഇവിടെ എല്ലാരും പറയുന്നത് എന്താണെന്നറിയോ? ഇവാൻ കുട്ടൻ ലക്ഷ്യക്കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിലിട്ടെന്ന്. ലച്ചുവിന്റെ അച്ഛൻ എന്നെ വെള്ളത്തിലിട്ടിട്ട് ലച്ചൂട്ടി അന്ന് കരയെ കയറ്റിയത്. ഇവനെ വെള്ളത്തിലിട്ടിട്ട് അവളെ എടുത്ത് പുറത്തു വെച്ചു. ആലോചിച്ച് നോക്ക്, ഈ ലോകത്തിൽ നടക്കുന്ന കള്ളം പറച്ചില്ലേ? മക്കൾ പിടിച്ച് വെള്ളത്തിലിട്ടു. മക്കള് വെള്ളത്തിലിട്ടു. ഇജോ കൂട്ട സത്യത്തിൽ ഒരു പാവം അല്ലേ? അതെല്ലാം പോട്ടെ മീനുട്ടി, ഈ പാമ്പിനെ തല്ലിക്കൊന്നതിന് ഫോറസ്റ്റുകാർ വരുമല്ലോ. അയ്യോ, അത് നേരെ. ഞാനല്ല പാമ്പിനെ കൊണ്ടുവരുന്നത്, എന്റെ അപ്പായാണ്. അപ്പൊ അപ്പയെ പിടിച്ചോണ്ട് പോകും. സത്യമാണെങ്കിൽ കുടുംബത്തോടെ ജയിലിലായിരിക്കുമല്ലോ. സത്യം പറ, കൊന്നെങ്കിൽ അപ്പ ജയില. പണ്ട് കൊപലാതകം ചെയ്തിട്ട് പോലീസ് വന്നു, പിന്നെ ഞാൻ രക്ഷിച്ചു. എപ്പോഴും ജയിലിൽ കിടന്നാ മതിയോ? പാട്ടൊക്കെ പാടണ്ടേ? എന്നാ ചെയ്യുന്നേ ജോകൂട്ടാ? നീ കള്ളം പറഞ്ഞാന്ന് പറഞ്ഞാലോ? നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ഒരാളെ പോണം. ശരിക്കും കൊന്നോ? ശരിക്കും കൊന്നോ? ഇല്ല, ചുമ്മാ പറഞ്ഞത്. അത് ജസ്റ്റ് അടിച്ചു. സത്യം പറ. അടിച്ച് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കൊന്നിട്ടില്ല അവൻ. അടിച്ചതല്ല, തൊട്ടുപോയതാ. കമ്പ് വെച്ച്. അപ്പൊ കുഴിച്ചിട്ടത് അപ്പായി. കൊന്നില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്നാത്തിന് കുഴിച്ചിട്ടെ? കുഴിച്ചിട്ട് മണ്ണ് മൂടിയിട്ടില്ല, കുഴിച്ചിട്ടതല്ല. ചിലപ്പോ ഇറങ്ങി പോകും. പിന്നെ ഇറങ്ങി പോയി പറയാൻ ഒക്കത്തില്ലല്ലോ. ഇറങ്ങി പോകും, പിന്നെ കൂട്ടി തന്നെ വരും. ഇറങ്ങി പോകും, പിന്നെ പാമ്പിന് കൂട് നിർമ്മിക്കലാണോ പരിപാടി മകന്റെ? കൊടുക്കുന്നുണ്ടോ? പിന്നെ മീനാക്ഷിക്ക് വള കൊണ്ട് തരും. പട്ടിയെ വളർത്തുന്ന വരുവാ കുഞ്ഞു പാമ്പിനെ. സേഫ് അതാണ്. കൂടെ കിടക്കുന്നേ ആണോ? രാത്രില് അയ്യോ, ഫാൻസ് ആവുമല്ലോ ഇതൊക്കെ കേട്ടാ. പെൺകുട്ടികളെല്ലാം മാസാണെന്ന് വിചാരിക്കും. ജോക്കുട്ടൻ കൂടെയാണോ കിടക്കുന്നത് പാമ്പ്? പാമ്പ് ഞങ്ങളെ കട്ടിലിന്റെ അടിയിൽ കിടക്കും. കൂടെ പാമ്പിന് എന്തോ പേരിട്ടിരിക്കുന്നേ? കട്ടിയുള്ള പേര് വല്ലതാണോ? കുറച്ച് കട്ടിയുള്ള പേര് ഞാനിപ്പോ നോടെ. മീനാക്ഷി ചേച്ചി തന്നെ. മക്കളെ, മീനാക്ഷി പാമ്പാവുന്ന സമയമൊക്കെ കഴിഞ്ഞ്. അത് വേണ്ട, വേറൊരു പേരിട്. ആക്ഷി, കമലാക്ഷി. അപ്പൊ പെൺപാമ്പാണല്ലേ? അവിടെ നീ പെൺപാമ്പിനെ എന്നിട്ട് നീ ബാക്കി പറ. സംസാരിക്കുവല്ലോ ചെയ്യുവോ നിങ്ങളുടെ പാമ്പ്? സംസാരിക്കൊന്നുമില്ല, മൂളും. ആംഗ്യങ്ങളേ ഉള്ളൂ. മൂളും. ഇല്ലാണ്ട് ആഹാരം കഴിച്ചു അത് കഴിക്കും. അങ്ങനെയാ? നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാരുമായിട്ട് ഈ പാമ്പൊക്കെ കൂട്ടാണോ അതോ ഈ ജോക്കൂട്ടനായിട്ട് മാത്രമാണോ? ഞാൻ ഈ ടോപ്പ് സിംഗറിൽ വന്നപ്പോ അത് കിടന്ന് കരച്ചിലായിരുന്നു. അയ്യോ, ഒറ്റയ്ക്ക് അതിപ്പോ കൃത്യം ഇത് തുടങ്ങാൻ 7 മണിയാകുമ്പോഴത്തേക്ക് ഇത് വന്ന് ഞാൻ കാണാൻ തുടങ്ങും. ടിവിയുടെ മുമ്പിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അത് കിടന്നുറങ്ങുമായിരുന്നു. അപ്പൊ ഞാൻ കാണാതെ ഇങ്ങോട്ട് വന്ന് ഈ കൊച്ചുങ്ങളെ ഉറക്കി കിടത്തിട്ട് അമ്മമാര് പോവൂലേ, അതേമാതിരി.
എന്തായാലും അല്ല വേറൊന്നുമല്ല, ഇത് നമ്മളെ ഈ ഇവാൻ എന്ന് പറഞ്ഞ ഒരു ചരിത്ര സംഭവം. പ്രസ്ഥാനമാണ്, പ്രസ്ഥാനം. ചരിത്രങ്ങളുടെ ലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു പേരാണ് ഇവൻ. ഇത്രയും പ്രായത്തില് എത്ര പെമ്പിള്ളാര്, എത്ര ആരാധകര്, എത്ര ഫ്ലെക്സ്. മാത്രമല്ല പെമ്പിള്ളാര് മാത്രമല്ല, പെൺപാമ്പിനെ പോലും, വൈൽഡ് ആനിമൽസ് വരെ, പുലി, എന്തൊക്കെയാ, അതും പെൺപുലി. അതെ, അവൻ ആണുങ്ങളായിട്ട് യാതൊരു കമ്പനിയില്ല.